ഞങ്ങൾ ഒരുപാട് കേസുകളിൽ ഇടപെടാറുണ്ട്. അപ്പോൾ ചില കേസുകളിൽ പണി കിട്ടാറുണ്ട്. കാരണം സത്യത്തോടൊപ്പം നിന്നതിൻ്റെ പേരിൽ കിട്ടുന്ന 8ന്റെ പണി. അപ്പോൾ അത്തരത്തിൽ ഈ അടുത്ത കാലത്ത് എനിക്ക് 2 കേസുകളിൽ നല്ല മുട്ടം പണി കിട്ടിയിട്ടുണ്ട്. അപ്പം അതിലൊന്ന് ഒരു വാഹന അപകടവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതെന്താണ് എന്നുള്ളത് ഞാൻ വേറൊരു എപ്പിസോഡിൽ പറഞ്ഞുതരാം. അത് എല്ലാവരും കേൾക്കേണ്ടതും എല്ലാവരും അറിയേണ്ടതും ജീവിതത്തിൽ ഇനി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതുമാണ്. എന്നാൽ ഇപ്പോൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു കുടുംബ വിഷയമാണ്. കഴിഞ്ഞ ഞായറാഴ്ച ഞാനപ്പോൾ ഓഫീസിൽ ഉണ്ടായിരുന്നില്ല. ഓഫീസിൽ ഉണ്ടായിരുന്നില്ല. മറ്റൊരു സമയത്ത് എന്നെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, കാസർഗോഡ് ജില്ലയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഒരു സ്ത്രീയുണ്ട്, അവരെ ഭർത്താവ് അതിക്രൂരമായി മർദ്ദിച്ചിരിക്കുകയാണ്, അവരവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്, എത്രയും പെട്ടെന്ന് തന്നെ ഖാദർ അവിടെ വരണമെന്നും ഒരു വാർത്ത ചെയ്യണമെന്നും ആ സഹോദരി അനുഭവിച്ച ക്രൂരമായ പീഡനങ്ങളെ കുറിച്ചിട്ട് പൊതുജനങ്ങളോട് പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ എനിക്ക് നല്ല പരിചയമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ മൂപ്പർക്ക് എന്നെ അറിയാം, മൂപ്പർ എനിക്കും അറിയാം. അപ്പോൾ എൻ്റെ നമ്പർ സേവ് ഇല്ല, കാരണം എൻ്റെ ഫോൺ മിസ്സായിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ ഈ ഇദ്ദേഹത്തോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ മകളാണ് ഇവള്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ നമുക്ക് ഇടപെടാം എന്ന് പറഞ്ഞു. ഞാൻ നേരെ വിമിഷയെ വിളിച്ചു, അല്ലേ വിമിഷ. അപ്പോൾ വിമിഷ ഓഫീസിലുണ്ട്, തബ്ഷീറുണ്ട് ഓഫീസിൽ. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ 2 പേരും റെഡി ആയിട്ട് നിൽക്ക്, നമുക്ക് പെട്ടെന്ന് ഒരു വിഷയം കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകാനുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 3 പേരും അവിടെ പോയി. അങ്ങനെ 3 പേരും പോയ സമയത്ത് ഈ പറയുന്ന സ്ത്രീ അവിടെ ഉണ്ട്, ഒരു ഹോസ്പിറ്റലിൽ അവിടെ ഇരുന്നിട്ടുണ്ട് ഞങ്ങൾ പോകുമ്പോൾ. അപ്പോൾ തൊട്ടടുത്തൊരു ചെറിയ കുട്ടിയുണ്ട്, അതുകൂടാതെ 2 കുട്ടികളുണ്ട്, ഒരു കുട്ടി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ സ്ത്രീയുടെ ഫാദർ ഉണ്ട്, അതുപോലെ തന്നെ ഈ എന്നെ വിളിച്ച ആളുമുണ്ട്. അപ്പോൾ എന്താണ് കഥയെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഭർത്താവ് ക്രൂരമായി ആക്രമിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആദ്യം ആ സ്ത്രീയോട് ചോദിച്ചു, ഈ പറഞ്ഞതൊക്കെ ശരിയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മളോട് പറഞ്ഞല്ലോ ഏകദേശം ക്രൂരമായി മർദ്ദിക്കാറുണ്ട്, ഭയങ്കര ക്രൂരമായ മർദ്ദനമാണെന്ന് തന്നെ വ്യക്തമായിട്ട് പറയുക ചെയ്തു നമ്മളോട്. അതിന്റെ വീഡിയോ കൈവശമുണ്ട് പറയുന്നതിൽ. അപ്പോൾ അങ്ങനെ വളരെ വ്യക്തമായിട്ട് ഈ സ്ത്രീ പറഞ്ഞു എന്നെ ഒരുപാട് ഉപദ്രവിക്കാറുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അങ്ങോട്ട് ചോദിച്ചു, ഈ ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ടല്ലോ, അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നമാണ്. ഇവിടെ സാക്ഷി തബ്ഷീറുണ്ട്, വിമിഷയുണ്ട്, അവളുടെ ഉപ്പ അടക്കം ഇതൊന്നും നിരസിക്കില്ല. അങ്ങനെ ഞാൻ ആവർത്തിച്ച് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അതൊന്നുമല്ല, എനിക്കിനി എനിക്കിനി ജീവിക്കാനേ പറ്റില്ല എന്നാണ് ആ സ്ത്രീ എന്നോട് പറഞ്ഞത്. അപ്പോഴും ഞാൻ എന്താ വിമിഷ പറഞ്ഞത്, ആവർത്തിച്ച് ഒരു കാര്യം തന്നെയാണ് ചോദിച്ചുകൊണ്ടിരുന്നത്. ഇത് നിങ്ങൾ ഇനി എപ്പോഴെങ്കിലും മാറി ചിന്തിക്കാൻ പറ്റുമോ നിങ്ങളെ കൊണ്ട്? കാരണം ഒരു കുടുംബ പ്രശ്നമല്ലേ, ഒരു കുടുംബം ആകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് അപ്പുറത്തേക്ക് നമുക്കിതിനെ കൊണ്ടുപോകണോ? നമുക്കിതൊരു വാർത്തയാണ്, ഒരു സെൻസേഷണൽ വിഷയമാണ്. അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങളുടെ ജീവിതമാണ് ഇത്, ഒരുപാട് തവണ ആലോചിച്ചെടുക്കേണ്ട തീരുമാനമാണെന്ന് ആവർത്തിച്ച് ഓരോ മിനിറ്റിലും നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാനിങ്ങനെ കേട്ടോണ്ട്. അതായത് പൊതുവെ ഈ കുടുംബ വിഷയങ്ങളിൽ ഇടപെടാൻ പോകുമ്പോൾ ഞാൻ ആവർത്തിച്ച് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം റിപ്പീറ്റ് ചെയ്ത് പറയും, നിങ്ങൾ ചെയ്യരുത്, നമുക്ക് നെക്സ്റ്റ് ടൈം നോക്കാം, ഇപ്രാവശ്യം ഒരു ചർച്ചയാകാം എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ സ്ത്രീ പറഞ്ഞു ഒരു ചർച്ചയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു ഉപ്പയോടും ഈ പറഞ്ഞ ഉപ്പയുടെ സഹോദരനോടും പറഞ്ഞു ഒന്ന് മാറി നിൽക്കണം. എൻ്റെ തബ്ഷീർ ഉണ്ടായിരുന്നു എഡിറ്റർ, അപ്പോൾ തബ്ഷീറിനോട് പറഞ്ഞു ഒന്ന് പുറത്ത് പോകണം. പിന്നെ വിമിഷ ഒരു ലേഡി ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു വിമിഷ നീയും കൂടി നിൽക്ക്, നമുക്ക് ഒന്നുകൂടി വിശദമായി ചോദിക്കാം. അപ്പോൾ ആ സമയത്ത് ഞാൻ ഈ സ്ത്രീയോട് പറഞ്ഞു എന്തെങ്കിലും ഇത്തരം കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തീർത്തൂടെ എന്ന് ചോദിച്ചപ്പോൾ ആ സ്ത്രീ എന്നോട് പറയാണ്. ആ സ്ത്രീയോട് ഞാൻ ചോദിച്ചു വേറെ എന്തെങ്കിലും വിഷയമുണ്ടോ ചോദിച്ചപ്പോൾ പറഞ്ഞു ലഹരി, ഒരു പൊടി, ലഹരി എന്നല്ല പറഞ്ഞ ഒരു പൊടി കൊണ്ടുവന്നിട്ട് ATM ഇട്ടിട്ട് ഇങ്ങനെ മൂക്കിലേക്ക് ഇങ്ങനെ വലിക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് പൊടി എന്ന് പറയുന്നത് അങ്ങനെ വലിക്കണമെന്നുണ്ടെങ്കിൽ MDMA ആയിരിക്കും. അപ്പോൾ പറഞ്ഞു അങ്ങനെ എന്തോ ഒരു സാധനമാണ്, അത് ലഹരിയാണ്, ഡ്രഗാണെന്ന് പറഞ്ഞു. അപ്പം ഞാനങ്ങ് ഞെട്ടി. അപ്പോൾ അതങ്ങനെ ചില്ലറയെ തള്ളിക്കളയേണ്ട കേസല്ല എന്ന് എനിക്ക് തോന്നി. അപ്പം ഞാൻ കൂടുതലായി ചോദിച്ചപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാൻ തുടങ്ങി. അങ്ങനെ നിരവധി കാര്യങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് വ്യക്തമായിട്ടുള്ളത് ഇതൊരു അങ്ങനെ നിസ്സാരമായി കാണേണ്ട ഒരു വിഷയമല്ല എന്നുള്ളതും അത് വളരെയധികം ജനങ്ങളിലേക്ക് എത്തേണ്ട ഒരു വിഷയമാണെന്ന് തോന്നി. കാരണം ഈ സ്ത്രീയെ ഉപദ്രവിച്ചതും അതുകൂടാതെ ഇയാൾ നടത്തുന്ന മറ്റു അനവധി കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. അങ്ങനെ കൂടാതെ കൊച്ചിനെ വരെ ഉപദ്രവിച്ചു എന്നാണ് ആ സ്ത്രീ നമ്മളോട് പറഞ്ഞത്. അതായത് 5 മാസം പ്രായമായ ഒരു കൊച്ച് ഇവരുടെ അടുത്ത് കിടന്നിട്ടുണ്ട്. ഈ കുട്ടിയെ ഇയാൾ വലിച്ചെറിഞ്ഞു എന്ന ഒരു അമ്മ നമ്മളുടെ അടുത്ത് പറയുമ്പോൾ നമ്മൾ അത് എങ്ങനെയാണ് കേൾക്കേണ്ടത്? ആ ഒരു വൈകാരികത
നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു ആ നിമിഷത്തിൽ. അതായത് ഈ ലഹരിയും അതോടൊപ്പം തന്നെ 5 മാസം പ്രായമുള്ള കുട്ടിയെ വലിച്ചെറിഞ്ഞു എന്നുള്ളത് പോലും പറഞ്ഞു എൻ്റെ വീഡിയോയിലുണ്ട്. അപ്പോൾ ഞാനത് പബ്ലിഷ് ചെയ്യാൻ തീരുമാനിച്ചിട്ടില്ല, അതിൻ്റെ കാര്യങ്ങൾ പറയാം. അങ്ങനെ എല്ലാം സെറ്റായി നമ്മൾ അവിടുന്ന് വന്നു. നമ്മൾ പറഞ്ഞു ഓക്കെ നമുക്കിത് എന്തായാലും കൊടുക്കാം, പക്ഷേ പോലീസ് കേസ് എടുക്കണം, കാരണം നിങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ പോലീസ് FIR ആവട്ടെ, എന്നിട്ട് വാർത്ത പബ്ലിഷ് ചെയ്യാം. അതിനിടയിൽ എനിക്ക് ഒരു ആഗ്രഹം കൂടി തോന്നി, ഈ ഓപ്പോസിറ്റുള്ള ആരോപണ വിധിയെ വിളിക്കണം, 2 ഭാഗവും കേൾക്കണം നമ്മളെപ്പോഴും. ഈ 2 ഭാഗം കേൾക്കാതെ നമ്മൾ പെട്ടെന്ന് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് പ്രശ്നം ഉണ്ടാവും. അപ്പോൾ എന്തായാലും എറണാകുളം പോകാനുണ്ടായിരുന്നു, അത് പോയിട്ട് വന്നിട്ട് കേൾക്കാം എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ ഞാനിങ്ങനെ വെച്ചതായിരുന്നു. അപ്പോൾ അതിനിടയിൽ ഞാൻ ആ ഹോസ്പിറ്റലിൽ പോയിരുന്നു എന്നുള്ളത് ഈ പറയുന്ന സ്ത്രീയുടെ ഭർത്താവിന് എങ്ങനെയോ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എറണാകുളത്ത് കോഴിക്കോട് എന്തോ ഉള്ള സമയത്ത് ഈ പറയുന്ന വ്യക്തി വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ അറിഞ്ഞതൊന്നും അല്ല സത്യം, അതൊന്നും അല്ല യഥാർത്ഥത്തിൽ അവിടെ നടന്നത്, ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് ഇവർ പറഞ്ഞു നിങ്ങൾ ആ വാർത്ത കൊടുത്തു കഴിഞ്ഞാൽ, കാരണം 2 പേരും സെക്കൻഡ് മാരേജാണ്, ഈ സ്ത്രീയും സെക്കൻഡ് മാരേജാണ്, ഈ പറയുന്ന വ്യക്തിയും സെക്കൻഡ് മാരേജാണ്. അപ്പോൾ ഈ സെക്കൻഡ് മാരേജിൽ ഇയാൾക്കൊരു കുട്ടിയുണ്ട്, നമ്മൾ പേരോ കാര്യങ്ങളോ അഡ്രസ്സോ ഒന്നും പറയണില്ല. അപ്പോൾ ഇയാൾക്കൊരു കുട്ടിയുണ്ട്. അപ്പോൾ അയാൾ പറഞ്ഞു എൻ്റെ കുട്ടിയെ അവൾ നോക്കുന്നില്ല, അവൾ നന്നായി നോക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ആ ഒരു വിഷയം അയാൾ പറഞ്ഞു. ഇടയ്ക്കിടയ്ക്കൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ട് എന്നല്ലാതെ ഈ പറയുന്ന രീതിയിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്, കാരണം അങ്ങനെയല്ല നിങ്ങളുടെ ഭാര്യ എന്നോട് പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഭാര്യയുടെ കുറച്ച് വോയിസ് ക്ലിപ്പ് ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് അയച്ചുതരാം, അത് ഇന്ന് അയച്ചു തന്ന വോയിസ് ക്ലിപ്പ് എന്നാണ് പറഞ്ഞത്. അതായത് ഞങ്ങളവിടെ വീഡിയോ എടുത്തിട്ട് പോയതിന് ശേഷം അയച്ചെന്ന വോയിസ് ക്ലിപ്പ് എന്നാണ് പറഞ്ഞത്. അത് നിങ്ങളുടെ വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ ആ വോയിസ് ക്ലിപ്പ് അന്ന് കണ്ടിരുന്നില്ല, എന്നാൽ ഇന്ന് കണ്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണ് അതിൽ പറയുന്നത് ചോദിച്ചപ്പോൾ പറഞ്ഞു, എൻ്റെ ഭാര്യയെ അവളുടെ ഉപ്പയും ഉമ്മയും സഹോദരനും അതുപോലെ തന്നെ അവരുടെ കുടുംബവും ഒക്കെ ചേർന്ന് നിന്നുകൊണ്ട് ഭീഷണിപ്പെടുത്തി എന്നിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് അവരുണ്ടാക്കിയ ഒരു നാടകത്തിലേക്കാണ് കാദർ പോയി വീണത് എന്നുള്ളതാണ് അയാൾ പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല, കാരണം അങ്ങനെയല്ല പറഞ്ഞത്, ഞാൻ വിമിഷയെ വിളിച്ചു അല്ലെ. അതെ അവരെങ്ങനെയാണ് നമ്മളോട് സംസാരിച്ചത് എന്നുള്ളത് കേട്ട് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ഇവർ പറയുന്നത് പോലെ വിശ്വസിക്കാൻ പറ്റില്ല. ഇപ്പോൾ ക്യാമറയ്ക്ക് പിന്നിൽ തബ്ഷീർ ഉണ്ട്. അപ്പോൾ തബ്ഷീർ എൻ്റെ കൂടെ വന്നിട്ട് ഇങ്ങനെ തലയിൽ ഇങ്ങനെ കൈവച്ച് നോക്കുകയാണ്, അങ്ങനെയാണ് സംഭവം എന്ന് വരെ ചോദിച്ചു. അങ്ങനെ അവസാനം ഈ പറയുന്ന വ്യക്തിയോട് ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഭാഗം കേൾക്കാതെ ഞാൻ എന്തായാലും എന്ത് ചെയ്യില്ല, ആ വീഡിയോ അപ്ലോഡ് ചെയ്യില്ല, പോലീസ് FIR എടുക്കാതെ അപ്ലോഡ് ചെയ്യില്ല എന്ന് പറഞ്ഞതിനിടയിൽ ഈ പോലീസിൽ പരാതി കൊടുത്തതിൻ്റെ പേരിൽ കൗൺസിലിങ്ങിൻ്റെ ഭാഗമായിട്ട് ഈ പറയുന്ന യുവതി കോടതിയിലെത്തിയ നേരത്ത് യുവതി ഭർത്താവിനോടൊപ്പം പോകണമെന്ന് പറഞ്ഞു. ഭർത്താവിന് വേണ്ട, ലഹരിക്കടിമയാണ് എന്ന് പറഞ്ഞ അവർ തന്നെ പറഞ്ഞു ഭർത്താവിൻ്റെ കൂടെ പോകണമെന്ന് പറഞ്ഞപ്പോൾ ഭർത്താവിൻ്റെ കൂടെ വിട്ടു. അപ്പോൾ ആരാ എന്തൊന്നും ഞങ്ങൾ പറയുന്നില്ല, എന്നാൽ ഞങ്ങൾക്ക് ഇതിലൂടെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അതുകൊണ്ടാണ്. അങ്ങനെ അവസാനം ഈ പറയുന്ന സ്ത്രീ ഭർത്താവിൻ്റെ കൂടെ പോയി. പിന്നെ അതിനുശേഷം ഭർത്താവിനെ വിളിച്ചിട്ട് പറഞ്ഞു എന്തായി, ഞാൻ പറഞ്ഞതൊക്കെ ശരിയായില്ലേ, ഇപ്പം നിങ്ങൾ ഏതെങ്കിലും വാർത്ത വിട്ടിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞു ഞാൻ 2 ഭാഗം കേൾക്കാതെ എന്തായാലും കൊടുക്കില്ലായിരുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞു. എനിക്ക് ഈ ഫാമിലി ആയിട്ട് വലിയ ടച്ചില്ല, പക്ഷെ എന്നെ വിളിച്ച വ്യക്തി എനിക്കറിയാം, ഒരു 2-3 വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പരിചയമുണ്ട്, പക്ഷെ ഇവരെ എനിക്കറിയില്ല, ഈ സഹോദരി അറിയില്ല, ഈ പറയുന്ന ഇയാളുടെ ഭർത്താവിനെ അറിയില്ല. അങ്ങനെ ഇവരെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ കാണണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓഫീസിലേക്ക് വന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഇന്ന് ഓഫീസിലേക്ക് വന്നു. അപ്പോൾ ഇന്ന് ഓഫീസിലേക്ക് വന്നപ്പോൾ ഇയാൾ പറയാണ് ഇതൊക്കെ ചെയ്യിപ്പിച്ചത് ഈ സ്ത്രീയുടെ സഹോദരനും അതുപോലെ തന്നെ ഉപ്പയും ഒക്കെയാണ്, അല്ലാതെ ഈ വിഷയത്തിൽ അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയൊക്കെ ചെയ്യോ, കാരണം ഒരു ഉപ്പാക്കും ഒരു സഹോദരനും തങ്ങളുടെ മകൾ 2ാമത്തെ വിവാഹം ചെയ്തിരിക്കുകയാണ്, ഇനി ഒരു 3ാമത്തെ കല്യാണത്തിലേക്ക് പോകാനുള്ള സാധ്യതകൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ അവർ ഈ പ്രശ്നം പരിഹരിക്കാനല്ലേ ശ്രമിക്കുക, അവരിനി അല്ലേ, അങ്ങനെയല്ലേ? അതെ, അങ്ങനെ ശ്രമിക്കുകയുള്ളൂ. കാരണം എന്തായാലും സെക്കൻഡ് മാരേജ് ആണ്, അപ്പോൾ അവരുടെ ലൈഫാണ് എന്തായാലും ഏതൊരു പാരൻസിനാണെങ്കിലും ഇമ്പോർട്ടൻസ്. അത് കഴിഞ്ഞിട്ടേ ഇനി ബാക്കി എന്ത് പ്രതികാരമാണെങ്കിൽ കൂടി ഇനി അത് കഴിഞ്ഞുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ ഒരിക്കലും പറയിപ്പിക്കാൻ സാധ്യതയില്ല, കാരണം വീഡിയോ അടക്കം നിങ്ങൾ കണ്ടോളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ കാണിച്ചു കൊടുത്തു. എന്നിട്ട് ഞാൻ ആ സഹോദരിയോട് ചോദിച്ചു, സഹോദരി നിങ്ങൾ എന്നെ പൊട്ടനാക്കിയതാണോ, മണ്ടനാക്കിയതാണോ, ഞങ്ങളുടെ 2-3 മണിക്കൂർ നിങ്ങൾ വേസ്റ്റ് ആക്കിയില്ലേ, എന്തിനാണ് ഇങ്ങനെ ഞങ്ങളോട് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ സഹോദരി വ്യക്തമായ ഉത്തരവൊന്നും പറയുന്നില്ല, ഭർത്താവാണെങ്കിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ എന്നോട് പറഞ്ഞു ഞങ്ങൾ കംപ്ലയിൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്, ഞങ്ങൾ DGPയുടെ അടുത്ത് IGയുടെ അടുത്തൊക്കെ കംപ്ലയിൻറ്റ് കൊടുക്കാൻ പോവാണ്, അതിൽ ഖാദറിൻ്റെ പേരും കൂടി മെൻഷൻ ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ പേരെന്തിനാ മെൻഷൻ ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അല്ല ഖാദറും കൂടി ഇതിൻ്റെ ഭാഗമായിരുന്നു. അപ്പം പൊതുവേ എനിക്ക് കിട്ടാറുള്ള പണി ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ആക്സിഡൻറ്റ് കേസ് ഉണ്ട്, അത് നാളെ പറയാം, ലെങ്തി ആയിട്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ എനിക്കിവിടെ നിങ്ങളോടൊക്കെ പറയാനുള്ളത്, ഞങ്ങൾ പൊട്ടന്മാരല്ല, ഞങ്ങളെ നിങ്ങൾ മണ്ടന്മാരാക്കാൻ ശ്രമിക്കരുത്. നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കുക.
അത് പറഞ്ഞു തീരാത്തതാണ് എങ്കിൽ, അതിൽ ലഹരിയുടെ ഇടപെടലുണ്ട് എങ്കിൽ, അതിൽ അമിതമായ അല്ലെങ്കിൽ അതിക്രൂരമായ മർദ്ദനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം ഞങ്ങളെ വിളിച്ചാൽ മതി, അല്ലെങ്കിൽ ഞങ്ങൾ വിളിക്കണ്ട. കാരണം നിങ്ങൾക്കിടയിലുള്ള നിസ്സാര കഥകൾ ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് ഞങ്ങളെ പൊട്ടന്മാരാക്കരുത്. കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള സമയമുണ്ട്, അല്ലേ നിമിഷ? അതന്നെയാണ് എനിക്കും പറയാനുള്ളത്. കാരണം ഈ ഒരു കാര്യത്തെ പറ്റി നമ്മളോട് സംസാരിച്ചു കഴിഞ്ഞാൽ അവിടെ അവരുടെ റോൾ അവസാനിച്ചു. പിന്നീട് അതിനെപ്പറ്റി സംസാരിക്കേണ്ടത് ഖാദറാണ്. അതിൻ്റെ മൊത്തം റെസ്പോൺസിബിലിറ്റി പിന്നെ വരുന്നത് ഖാദറിനാണ്. അതിലുള്ള എല്ലാ കോൺസിക്വൻസും ഖാദറിനാണ് നേരിടേണ്ടി വരുന്നുള്ളത്. അപ്പം എന്തായാലും നമ്മൾ ആ കാര്യത്തെപ്പറ്റി നമ്മൾ ഒരു കാര്യം സംസാരിക്കുന്ന സമയത്ത് അതിലെത്രത്തോളം സത്യമുണ്ട്, ഇതിൻ്റെ മറുവശം എന്താണ്, ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ജനങ്ങളിലേക്ക് എത്തിക്കാൻ. അല്ല, ഇപ്പോൾ ഉദാഹരണത്തിന് ഈ സ്ത്രീ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പബ്ലിഷ് ചെയ്തു. ഇപ്പം അത് പബ്ലിഷ് ചെയ്തിട്ട് പുറത്തു പോയി, ഭർത്താവിനെതിരെ ഗുരുതരമായി പറയാണ്, ലഹരി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു, അങ്ങനെയുള്ള നിരവധി, കുട്ടിയെ വലിച്ചെറിയുന്നു എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ പുറത്തു പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ ഭർത്താവ് എന്ത് ചെയ്യും? ഇതിനൊരു ഓപ്പോസിറ്റ് ചാനൽ. അപ്പോൾ എനിക്കാണെങ്കിൽ ഈ ശത്രുക്കളുടെ എണ്ണം നാൾക്ക് നാൾ ഇങ്ങനെ കൂടി വരികയാണ്. അപ്പോൾ ഏതെങ്കിലും ഒരുത്തം പറഞ്ഞ ഖാദർ കരിപ്പൊടി കൊടുത്ത വാർത്തയുടെ നിജസ്ഥിതി സത്യം മനസ്സിലാക്കിക്കോളൂ, ഭർത്താവ് പൊട്ടിക്കരഞ്ഞ് രംഗത്ത് വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അടുത്തൊരു വാർത്ത വരും. നമ്മളതിനെ പ്രതിരോധിക്കും, സംശയമൊന്നും വേണ്ട. നമ്മളതിൻ്റെ സത്യാവസ്ഥ പറഞ്ഞ് ഇന്നോളം പ്രതിരോധിച്ചതുപോലെ നമ്മൾ പ്രതിരോധിക്കും, ഒരു സംശയം വേണ്ട. പക്ഷെ അങ്ങനെ പറഞ്ഞു വരുമ്പോൾ രണ്ട് ഭാഗങ്ങളായി, ഞങ്ങൾ തെറ്റുകാരായി. ഈ സ്ത്രീ ഇപ്പോൾ ഇന്ന് ഭർത്താവിൻ്റെ കൂടെ വന്നിട്ട് പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു ചാനലിൽ പോയിട്ട് ഖാദർ കരിപ്പൊടി എന്നെ നിർബന്ധിപ്പിച്ചിട്ട് പറയിപ്പിച്ചതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കതിനെ ഓപ്പോസിറ്റ് ചെയ്യാൻ എൻ്റെ കയ്യിൽ ഓഡിയോ ഉണ്ട്. കാരണം നമ്മൾ സംസാരിക്കുന്നതൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുക, കാരണം അത് അത്യാവശ്യമായതുകൊണ്ട്. അപ്പം അതിൻ്റെയൊക്കെ തെളിവുകൾ ഉണ്ടെങ്കിൽ പോലും ഞങ്ങൾക്കത് തെളിയിക്കാൻ കുറച്ച് സമയം വേണ്ടി വരുമല്ലോ. അപ്പം എന്തായാലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല. നമ്മൾ വളരെ ക്രിയാത്മകമായി ആ വിഷയത്തിൽ ഇടപെട്ടത് കൊണ്ട് തന്നെ ആ വാർത്ത നമ്മൾ എന്തായാലും കൊടുക്കില്ലായിരുന്നു. കാരണം രണ്ടു ഭാഗം കേൾക്കാതെ കൊടുക്കില്ല, പോലീസ് എഫ്ഐആർ എടുക്കാതെ കൊടുക്കില്ല. പക്ഷെ എനിക്കൊറ്റ കാര്യമേ പറയാനുള്ളൂ, ഞങ്ങളെ പൊട്ടന്മാരാക്കരുത്. സഹോദരിമാരെ, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വരുന്നത്. നിങ്ങളുടെ കയ്യിൽ നിന്ന് വാർത്ത ചെയ്യുന്നതിന് പൈസ വാങ്ങിയിട്ടില്ല, ഒരു രൂപ വാങ്ങുന്നില്ല. ഞങ്ങളുടെ വണ്ടിയിൽ, ഇത് കണക്ക് പറച്ചിലൊന്നല്ല കേട്ടോ, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു, ഞങ്ങളുടെ വണ്ടിയിൽ ഡീസൽ അടിച്ച് നിങ്ങൾ എവിടെയാണെന്ന് നോക്കി അവിടേക്ക് വന്ന് അവിടെ വെച്ചിട്ട് നിങ്ങളുടെ വാർത്ത ചിത്രീകരിച്ച് ആ ചിത്രീകരിച്ച വാർത്ത ഇവിടെ പബ്ലിഷ് ചെയ്ത് ആ പബ്ലിഷ് ചെയ്തതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വിഷയങ്ങളുണ്ടോ അതൊന്നും നിങ്ങളെ അറിയിക്കാതെ നേരിട്ട് ആ വാർത്തയുടെ പേരിൽ എതിരാളികൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു കഴിഞ്ഞാൽ ആ പരാതിയെ നിയമപരമായി നേരിട്ട് ചിലപ്പോൾ ആ പരാതിയിൽ പോലീസ് കേസെടുത്തു കഴിഞ്ഞാൽ 2 ആൾ ജാമ്യം വെച്ചുകൊണ്ട് ആ ആൾ ജാമ്യത്തിൻ്റെ ഭാഗമായി കോടതിയിൽ പോയി ജാമ്യമെടുത്ത് ചിലപ്പോൾ ആ കേസ് 5-6 വർഷം കോടതിയിൽ ഇങ്ങനെ പോയി, നിങ്ങൾ അപ്പോഴും അറിയുന്നില്ല ഞങ്ങളുടെ അവസ്ഥ. ആ കേസിൽ കോടതിയിൽ പോയി അവസാനം കോടതിയിൽ നിന്ന് ഞങ്ങളുടെ ഭാഗം കോടതിയിൽ പറഞ്ഞു തീരുമ്പോൾ 25 വയസ്സുള്ള ഞങ്ങൾക്ക് ചിലപ്പോൾ 30 വയസ്സായിട്ടുണ്ടാവും. കാരണം 5 വർഷത്തിന് ശേഷമായിരിക്കും കോടതി ഞങ്ങളെ വെറുതെ വിടുന്നത്. ഈ ഇത്തരത്തിലുള്ള തെമ്മാടിത്തരം കാണിക്കരുത്. അത് ആര് ചെയ്തു എന്നുള്ളത് എനിക്കറിയില്ല. ആ സ്ത്രീ പറഞ്ഞതാണോ, ഇനി ആ സ്ത്രീയെ കൊണ്ട് ആരെങ്കിലും നിർബന്ധിപ്പിച്ചിട്ട് പറഞ്ഞതാണോ, അല്ലെങ്കിൽ ഇപ്പോൾ ആ സ്ത്രീയെ കൊണ്ട് ആരെങ്കിലും നിർബന്ധിപ്പിച്ച് പറഞ്ഞതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ തെമ്മാടിത്തരായിപ്പോയി. ഞങ്ങളുടെ സമയം വേസ്റ്റ് ആക്കരുത്. എന്ത് വിഷയം? അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. സമയം അത് വിലപ്പെട്ടതാണ്. ഈ ഒരു വിഷയത്തിന്റെ പുറകെ പോകുന്നതിന്റെ കൂടെ തന്നെ ഒരുപാട് വിഷയങ്ങളിൽ ഇടപെടുന്നുണ്ട്. അപ്പൊ ഇതൊന്നും മാത്രമല്ല നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യം. ആ ഒരു വിലപ്പെട്ട സമയത്തെ പാഴാക്കരുതെന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. പക്ഷെ എന്തായാലും നമ്മളത് വളരെ വ്യക്തമായി അന്വേഷിക്കും. കാരണം ഇപ്പം നമ്മൾ ഇന്ന് ഭർത്താവും ഭാര്യയും വന്നതിന് ശേഷം ഞങ്ങളിങ്ങനെ ഡിസ്കസ് ചെയ്തത് ഈ വിഷയത്തിലൊരു പരാതി അടക്കം കൊടുക്കണമെന്നുള്ളതാണ്. കാരണം നമ്മളെയൊക്കെ പൊട്ടന്മാരാക്കിയതുകൊണ്ട് ഇനി ഇത് ആവർത്തിക്കാൻ പാടില്ല. അത് കോടതിയിൽ പോകണോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ വഴി പോകണോ? പോലീസ് സ്റ്റേഷനിൽ ചിലപ്പോൾ പരിമിതികളുണ്ടാവും. നോക്കട്ടെ, അതിൻ്റെ ലീഗൽ വശങ്ങൾ നോക്കുകയാണ്. കാരണം ഒരു വിഷയം വിളിക്കുന്നു, ഇന്നതാണെന്ന് പറയുന്നു, പിന്നീട് നേരെ മറിഞ്ഞ് അപ്പുറം പോകുന്നു. ഇതൊക്കെ എന്ത് പരിപാടിയാണ്? എന്നിട്ട് ആ സ്ത്രീയോട് ചോദിക്കുമ്പോൾ പറയാം, വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പം ഈ ഒരു കോള് വിളിച്ചിട്ട് പറഞ്ഞാൽ പോരെ, വീട്ടിൽ നിന്ന് നിർബന്ധിപ്പിച്ചിട്ടാണ് ഞങ്ങൾ ഇതൊക്കെ പറഞ്ഞതെന്ന്? ഒന്നും വേണ്ടായിരുന്നു. നമ്മൾ അടച്ചിട്ട മുറിയിൽ നമ്മൾ മാത്രം ഇരുന്ന് ഒരുപാട് നേരം സംസാരിച്ചായിരുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത്രയും എത്തേണ്ടി വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് സത്യമെങ്കിൽ. നമ്മൾ ഇപ്പോഴും പറയുന്നത് നമ്മൾ ആ വാർത്ത പബ്ലിഷ് ചെയ്യാത്തത് 2 ഭാഗം കേൾക്കണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഇപ്പം 2 ഭാഗം നമ്മൾ കേട്ടു, നമുക്ക് ഏത് ഭാഗത്ത് നിൽക്കേണ്ടതെന്ന് അറിയുന്നില്ല. പക്ഷെ എന്തായാലും ഒരു കാര്യം പറയാം, ഞങ്ങളിവിടെ പൊട്ടന്മാരായി. അല്ല, പൊട്ടന്മാർ വാർത്ത പോവാത്തതുകൊണ്ട് ഞങ്ങൾ ക്രിയാത്മകമായി ഇടപെടൽ നടത്തിയത് കൊണ്ട് പ്രശ്നമില്ല. പക്ഷേ
നമ്മളുടെ സമയം, വിലപ്പെട്ട സമയം അത് മോശമായിപ്പോയി, ഇനി ഇത് ആവർത്തിക്കരുത് അല്ലേ വിമിഷ? അതന്നെയാണ്, ഇനി ആവർത്തിക്കാൻ പാടില്ല. എന്തായാലും ആയിട്ടെങ്കിലും കാണണം എന്നാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റാത്ത, നിങ്ങളെ കൊണ്ട് ഒരു തരത്തിലും പരിഹരിക്കാൻ പറ്റാത്ത വിഷയങ്ങളാണെങ്കിൽ വിളിക്കുക, അല്ലാത്ത വിഷയങ്ങൾ വിളിക്കണ്ട. ഞങ്ങൾക്ക് വാർത്തകളല്ല മുഖ്യം, ഞങ്ങൾക്കൊരു കുടുംബത്തിൻ്റെ ജീവിതം തന്നെയാണ് മുഖ്യം. വാർത്തകൾ രണ്ടാമത്തെ വിഷയമാണ്. അത് തന്നെയാണ് ആവർത്തിച്ച് ഈ സ്ത്രീയോട് പറഞ്ഞത്, പക്ഷെ കേട്ടില്ല. പിന്നെ ഒരു കഥയും കൂടിയുണ്ട്, ഒരു വാഹന അപകടവുമായി ബന്ധപ്പെട്ട വിഷയം. അതിലെനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടാക്കിയൊരു വിഷയമാണ്. കാരണം അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാനത് പുറത്തു വിടും. അതിൻ്റെ ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലെന്നെ മനഃപൂർവ്വം കരിവാരി തേക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതിൽ ഒരാളൊക്കെ ഉണ്ട്, ഞാൻ വ്യക്തമായ ഓഡിയോ റെക്കോർഡും വ്യക്തമായ സാധനങ്ങളൊക്കെ ഉണ്ട്, ഞാനത് പുറത്തു വിടും. അപ്പോൾ അടുത്തതിൽ ഞാനത് പറയാം, ഇത് ലെങ്തി ആയി. എന്തായാലും ഓക്കെ, എന്തായാലും നിർത്തുന്നു. ഒരുപക്ഷെ നിമിഷം ഞാൻ കുറെ കാലത്തിന് ശേഷമായിരിക്കും ഇങ്ങനെ ഇരുന്നു. കുറെ കാലത്തിലല്ല, നമ്മളിങ്ങനെ ഒന്നിച്ചിരുന്നിട്ടേ ഇല്ലാന്ന് തോന്നുന്നു എനിക്ക്. വീഡിയോയിലില്ല, നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ എന്തോ ചെയ്തിട്ടുണ്ട്, ഒരു വീഡിയോ ഒന്നിച്ചിരുന്നിട്ടില്ല. അപ്പോൾ വിമിഷ നമ്മുടെ റിപ്പോർട്ടറാണ്, എൻ്റെ സുഹൃത്താണ്, കാലങ്ങളായിട്ട് പരിചയമുള്ള ഒരാളാണ്. ഇപ്പോൾ വിമിഷ വിനോദ് പബ്ലിക് കേരളയുടെ എല്ലാമെല്ലാമാണ്, നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. പിന്നീട് തബ്ഷീർ ഉണ്ട്, തബ്ഷീറിന് ഈ കഥയൊക്കെ നല്ല രീതിയിൽ അറിയാം. അപ്പോൾ തബ്ഷീർ എന്നോട് പറയാറുണ്ട് എപ്പോഴും, ഇനി മേലാൽ ഈ രീതിയിലുള്ള പ്രശ്നങ്ങളിലൊന്നും പോയി കാതിടപെടരുത് എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇതാണ് സംഭവം. എന്തായാലും നല്ലത് മാത്രമാണ്, ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നു എന്നുള്ളത് വളരെ രസകരമാണ് അല്ല? അനുഭവങ്ങൾ ഓരോന്ന് പഠിക്കണമല്ലോ. അപ്പോൾ എന്തായാലും നിർത്തുന്നു. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.